തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ DCC ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം. കെ മുരളീധരനെ കുരുതി കൊടുത്ത TN പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കണമെന്ന ആവശ്യവുമായാണ് പ്രതിഷേധം. നാട്ടിക സ്വദേശിയായ കോൺഗ്രസ് പ്രവർത്തകൻ ഇസ്മായിൽ അറക്കലാണ് പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചത്. കോൺഗ്രസ് വലപ്പാട് മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറിയും ന്യൂനപക്ഷ സെൽ ബ്ലോക്ക് കമ്മിറ്റി മുൻ ചെയർമാനുമായ ഇസ്മായിൽ അറക്കലാണ് DCC ഓഫീസിന് മുന്നിൽ വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. ഒരു കൈയിൽ പ്ലക്കാർഡും മറുകൈയിൽ കെ മുരളീധരന്റെ ചിത്രവും പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. കെ മുരളീധരനെ കുരുതി കൊടുത്ത TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും രാജിവെക്കുക എന്നതായിരുന്നു പ്ലക്കാർഡിലെ ആവശ്യം. തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പേർക്കും വേണ്ടിയാണ് തന്റെ പ്രതിഷേധമെന്ന് ഇസ്മായിൽ അറക്കൽ പറഞ്ഞു. പ്രവർത്തകരുടെ ഒരു വികാരമാണ് എന്നിലൂടെ ഞാൻ ഇവിടെ നടപ്പിലാക്കുന്നത്. കാരണം ഈ പ്രതിഷേധം നടത്തുന്നത് ഇനി ഇത് വരും ദിവസങ്ങളിൽ ഈ DCC നേതൃത്വത്തിനെതിരെയും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചെയർമാനായ TN പ്രതാപനെതിരെയും ഈ ജില്ലയിൽ വലിയ പ്രക്ഷോഭവും വലിയ പ്രതിഷേധവും ഉണ്ടാകും. തീർച്ചയായിട്ടും പൊതുയോഗങ്ങളിൽ TN പ്രതാപനെ തടയുന്നതടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ ഈ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാതെ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കുന്നത് വരെ പ്രതിഷേധവുമായി ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കളല്ല, ഭാരവാഹിത്വം ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കളല്ല, അല്ലാത്ത കോൺഗ്രസ് പ്രവർത്തകർ തീർച്ചയായിട്ടും TN പ്രതാപനെതിരെയും ഈ DCC നേതൃത്വത്തിനെതിരെയും ശക്തമായി മുന്നോട്ട് പോകും, പ്രതിഷേധിക്കും, യാതൊരു സംശയവും വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാട്ടിക നിയോജക മണ്ഡലത്തിൽ മുഴുവൻ സമയവും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് താൻ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും താൻ കെ മുരളീധരനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയിരുന്നു. സ്വന്തം മണ്ഡലമായ നാട്ടികയിൽ പോലും TN പ്രതാപൻ പ്രചാരണത്തിലുണ്ടായിരുന്നില്ല. പ്രതാപന്റെ പഞ്ചായത്തായ തളിക്കുളത്തെ ബൂത്തുകളിൽ പോലും കെ മുരളീധരന് ലീഡ് ലഭിച്ചില്ലെന്നും ഇസ്മായിൽ പറഞ്ഞു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഇസ്മായിൽ അറക്കലിന്റെ ഒറ്റയാൾ സമരം ഉച്ചവരെ തുടർന്നു. തന്റെ പ്രതിഷേധം സൂചന മാത്രമാണെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും ഇസ്മായിൽ അറക്കൽ പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ.